അതെ, നിങ്ങൾ ഇത് കണ്ടോ? എന്തോരം കളർ കോളിഫ്ലവേഴ്സ് ആണെന്ന് നോക്കിക്കേ. ഇത് പർപ്പിൾ കോളിഫ്ലവർ. ഇത് നാച്ചുറൽ വെജിറ്റബിൾ തന്നെയാ കേട്ടോ. ഇതിന് ഈ കളർ വരാനുള്ള കാരണം നമ്മുടെ റെഡ് വൈനിലും റെഡ് ക്യാബേജിലും ഒക്കെ ഉള്ള ആന്തോസൈനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഇത് ഓറഞ്ച് കോളിഫ്ലവർ കേട്ടോ. ഇത് നാച്ചുറൽ ആണ്. ഇതിന് ഈ കളർ വരാനുള്ള കാരണം ഇതിൽ ഹൈ ക്വാണ്ടിറ്റി ഓഫ് ബീറ്റാ കരോട്ടിൻ ഉള്ളതുകൊണ്ടാണ്. ഇത് ഗ്രീൻ കോളിഫ്ലവർ. ഇതൊരു നാച്ചുറൽ ഹൈബ്രിഡ് വെജിറ്റബിൾ ആണ്. നമ്മുടെ ബ്രോക്കലിയും കോളിഫ്ലവറും കൂടെ ക്രോസ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രൊഡ്യൂസ് ആണ്. ഇത് യെല്ലോ കോളിഫ്ലവർ. ഇത് നാച്ചുറൽ ആണ്. ഇതിന് ഈ കളർ വരാനുള്ള റീസൺ ബീറ്റാ കരോട്ടിൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഞാനൊന്ന് ലൈറ്റ് ആയിട്ട് സ്റ്റീം ചെയ്തെടുത്തോണ്ട് വരാം. എല്ലാ കളറും ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക്. ഇതാ ഇന്നത്തെ എന്റെ ഡിന്നർ കേട്ടോ. കുറച്ചും കൂടെ ഒരു സ്വീറ്റ് ടേസ്റ്റാണ് നമ്മുടെ വൈറ്റിനേക്കാളും. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നല്ല കേട്ടോ. മറ്റേ സാധാരണ കോളിഫ്ലവറിന്റെ ടേസ്റ്റ് ഒക്കെ തന്നെയാ. ബ്രോക്കലിയുടെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. എനിക്ക് കുറച്ച് മിന്റിന്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് യെല്ലോ കോളിഫ്ലവറേ. വൈറ്റ് കഴിക്കുന്ന പോലൊക്കെയുള്ള ടേസ്റ്റ് തന്നെയാ കേട്ടോ. ഇത് ഞാനൊരു പാകിസ്ഥാനി റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങിച്ച അവരുടെ ഒരു സ്റ്റൈൽ ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഭയങ്കര ഫ്ലേവർ കേട്ടോ. നല്ല ടേസ്റ്റാ.